ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ ജന്മദിനമാണ് ഇന്ന്. അദ്ദേഹത്തിന്റെ ശതാഭിഷേകമാണെന്ന രീതിയിൽ വാർത്ത പരക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹത്തിന് ശതാഭിഷേകം കഴിഞ്ഞ കൊല്ലമായിരുന്നു, ഇപ്പോൾ 86 വയസ്സായി എന്ന് പറയുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിന് ജന്മദിന ആശംസകൾ നേരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നുള്ള ചെറിയ ഏടാകട്ടെ ഇന്നത്തെ സുഭാഷിതം. അടൂരിന്റെ പ്രശസ്തമായ അനന്തരം എന്ന സിനിമയിൽ നായകവേഷം ചെയ്തത് നടൻ അശോകനാണ്. നിങ്ങൾക്കറിയാം, മെലിഞ്ഞ ശരീരമുള്ള അശോകൻ എങ്ങനെ തടി വയ്ക്കണം എന്ന് കരുതി ഭക്ഷണമൊക്കെ വലിച്ചു വാരി തിന്നുന്ന ഒരു കാലമായിരുന്നു അത്. അത്യാവശ്യം തടിച്ചു വരുന്നുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഈ അങ്ങനെ തടിയൊക്കെ കയറി അദ്ദേഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അടൂരിന്റെ ഓർക്കാപ്പുറത്തൊരു വിളി വന്നത്, ഈ അനന്തരത്തിൽ അഭിനയിക്കാൻ. അശോകനെ കണ്ട പാടെ അടൂർ പറഞ്ഞു, കഥാപാത്രമാകാൻ തന്റെ ഈ തടി നന്നായിട്ടൊന്ന് കുറയ്ക്കണം. അശോകനൊന്ന് ഞെട്ടി. സത്യം പറഞ്ഞാൽ അശോകൻ തകർന്നു പോയെന്നാണ് പിന്നീട് പറഞ്ഞത്. അടൂരിന് അശോകന്റെ ഡയറ്റിനെ കുറിച്ചൊക്കെ നല്ല ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം ഒന്ന് എഴുതി കൊടുത്തു, ഇതൊക്കെ കഴിക്കോ. അതിനകത്ത് അദ്ദേഹം പറഞ്ഞു, നീ വറുത്തതും പൊരിച്ചതും ഒന്നും കഴിക്കരുത്, ദോശ ഇഡ്ഡലിയും ഒരു കാരണവശാലും കഴിക്കരുത്, ചപ്പാത്തിയും വെജിറ്റബിളും ജീവൻ കിടക്കാൻ വേണ്ടി കഴിച്ചോളൂ എന്നൊക്കെ രീതിയിൽ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ബുദ്ധിമുട്ടി അശോകൻ ഉണക്ക ചപ്പാത്തി മാത്രം കഴിച്ച് 9 കിലോ കുറച്ച് അടൂരിന്റെ ലൊക്കേഷനിൽ ചെന്നു. അപ്പോൾ അടൂർ അടിമുടി ഒന്ന് നോക്കി, ഇതുപോരല്ലോ. അടൂർ തമാശയായിട്ട് പറഞ്ഞു, മികച്ച സംവിധായകനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ അനന്തരത്തിലൂടെ അടൂരിന് ലഭിച്ചത് പിന്നീടുള്ള ചരിത്രം. കഥാപാത്ര സൃഷ്ടിയിൽ വിട്ടുവീഴ്ചകളില്ലാത്ത സമീപനമാണ് അടൂരിൻ്റെത്. മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത്, അദ്ദേഹത്തിൻ്റെ ലൊക്കേഷനിൽ അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണമേ മറ്റുള്ളവരും കഴിക്കുക. അത് മമ്മൂട്ടി പോലും കഴിയും. കഞ്ഞിയാണെ കഞ്ഞി, ചപ്പാത്തിയാണെ ചപ്പാത്തി, പുട്ടും കടലയാണെ പുട്ടും കടല. അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയൊക്കെ അദ്ദേഹത്തിനുണ്ട്. അത് മലയാള സിനിമയിൽ അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റേ ഒരാൾക്കും തൻ്റെ മെനു നടപ്പിലാക്കാൻ, വളരെ ലളിതമായ ഭക്ഷണം ലൊക്കേഷൻ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാവരും പ്രശ്നമുണ്ടാകും. നടന്മാർ മാത്രമല്ല, നടിമാർ മാത്രമല്ല, ടെക്നീഷ്യൻസും ഒക്കെ പ്രശ്നമുണ്ടാകും. പക്ഷേ അടൂരിൻ്റെ ലൊക്കേഷൻ അടൂരിൻ്റെ മാത്രം ലൊക്കേഷനാണ്. ഒരുപക്ഷെ ഈ നിർബന്ധ ബുദ്ധിയൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടാക്കുന്നതും അദ്ദേഹത്തിന്റെ സിനിമകൾ ലോകോത്തര നിലവാരത്തിലേക്ക് പറന്നുപോയതും. ഏതൊരു മികച്ച കലാസൃഷ്ടിക്കും പിന്നിൽ ഒരുപാട് പേരുടെ കഠിനാധ്വാനവും ത്യാഗവും വിട്ടുവീഴ്ചയും ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. ടീം വർക്ക് വളരെ വളരെ പ്രധാനമാണ്. ഒറ്റയ്ക്ക് പോരാടുന്നതുകൊണ്ട് മാത്രം നമുക്ക് വിജയിക്കണമെന്നില്ല. പരസ്പരം മനസ്സിലാക്കുന്ന നല്ലൊരു ടീം വിജയത്തിന് അനിവാര്യമാണ്. അടൂരിന് അത്യാവശ്യം അങ്ങനെ ഒരു ടീം ഉണ്ടായിരുന്നു. വളരെ ആദ്യകാലം മുതലേ അദ്ദേഹത്തോടൊപ്പം ചേർന്ന ആളുകളാണ് അവസാന കാലത്തും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്നത്. അലിഗർ സാറൊക്കെ അതിലെ ഒരാളാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ സ്ഥിരമായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഒരു ടീം വർക്കിൻ്റെ ബലം, സംഘബലം, അതിൻ്റെ കരുത്ത്, അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിനുണ്ടായത്. നമ്മുടെ വിജയത്തിനും അത് തന്നെയാണ് ആവശ്യം. ഒറ്റയ്ക്ക് തോണി തുഴയാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ തോണി അങ്ങോട്ട് പോയി എന്ന് വരില്ല. അപ്പോൾ ഒരു കൂട്ടമായി ചെയ്യുമ്പോൾ ഒരു ടീം വർക്കും പരസ്പരം മനസ്സിലാക്കാനുള്ള തിരിച്ചറിവും വേണം. അപ്പോൾ ഇതിനകത്ത് ഈ അഞ്ചാമ്പത്തികൾ ഉണ്ടാകും, നമ്മളെ പറ്റിക്കുന്നവരൊക്കെ ഉണ്ടാകും. എന്നാൽ പോലും കാലം അവരെ ചവിട്ടി കുട്ടയിലേക്ക് തള്ളും എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക.